ഹായ് റെയിൽവേ പ്രീവിയസ് ഇയർ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ കുറെ സെഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് കണ്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലേലിസ്റ്റിൽ നിന്ന് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. ആൻഡ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി വരാനിരിക്കുന്ന സെഷൻസ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ വേണ്ടി ആൻഡ് വരാനിരിക്കുന്ന റെയിൽവേയുടെ എക്സാംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്ലിയർലി ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന RPFന്റെ കോൺസ്റ്റബിളിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ശേഷം നമ്മൾ അടുത്ത RPFന്റെ SIയും അതുപോലെ തന്നെ NTPCയും ALPയുടെ ഒക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിന്റെ ലെവൽ ഡയറക്ട്ലി ഒരു ഹാർഡ് ലെവലിലേക്ക് പോകാതെ പതുക്കെ ഏറ്റവും എളുപ്പമുള്ള എക്സാമിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ എക്സാംസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നല്ലപോലെ മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അത് ഇംപ്രൂവ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഡയറക്ട്ലി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കുന്നത്. ഓൾറെഡി നോക്കിയതിനു ശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കി ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എ പേഴ്സൺ സെൽ എ വാച്ച് ആൻഡ് എ കാൽക്കുലേറ്റർ ഫോർ ദ സെയിം പ്രൈസ്. He makes 15% profit on the watch and incurs a loss of 15% on the calculator. Find his overall profit or loss. എന്താ പറയുന്നത്, രണ്ടിന്റെയും സെയിം സെല്ലിംഗ് പ്രൈസ് ആണെന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ പറയുന്നത് ഒരു വാച്ച് സെൽ ചെയ്തപ്പോൾ 15% പ്രോഫിറ്റും അടുത്ത കാൽക്കുലേറ്റർ സെൽ ചെയ്യുമ്പോൾ 15% ലോസും ആണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിന്റെയും സെയിം സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ആൻഡ് രണ്ടിന്റെയും പെർസെൻറ്റേജ് സെയിം ആണെങ്കിൽ, രണ്ടിന്റെയും സെയിം പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ മാത്രം, ശ്രദ്ധിക്കുക, ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സക്സസീവ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്യാം. ആണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അല്ലാത്ത കേസിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സക്സസീവിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. സോ നമ്മുടെ സക്സസീവിന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. A+B+AB/100. അതില് നമുക്ക് ഇൻക്രീസ് ആണെങ്കിലോ പ്രോഫിറ്റ് ആണെങ്കിൽ പ്ലസ് എടുക്കാം, അതുപോലെ ഡിക്രീസ് ആണെങ്കിലോ ലോസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ നമുക്കിത് +15, then loss ആയതുകൊണ്ട് -15, then plus into minus 15 into 15/100 എന്ന് വരും നമുക്ക്. അങ്ങനെയാണെങ്കിൽ +15ഉം -15ഉം ക്യാൻസൽ ആകും. നമുക്കിവിടെ 15 into 15 എന്ന് പറയുന്നത് 225 ആണ്. ബൈ 100 എന്ന് പറയുമ്പോൾ നമുക്കത് 2.25 എന്ന് വരും. അപ്പൊ -2.25 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് ആക്ച്വലി മീൻ ചെയ്യുന്ന എന്താണ്, 2.25%ന്റെ മൈനസ് മീൻ ചെയ്യുന്നത് ലോസ് ആണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. സോ ആൻസർ 2.25% ലോസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2.25% ലോസ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദി ആവറേജ് ഏജ് ഓഫ് എ ക്ലാസ് ഓഫ് 35 സ്റ്റുഡൻസ് ഈസ് 15 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ 35 സ്റ്റുഡൻസിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 15 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ഇയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ഏജ് ഓഫ് ദി ടീച്ചർ ഈസ് ഓൾസോ ഇൻക്ലൂഡ്, ഇപ്പം 35 സ്റ്റുഡൻസ് കൂടാതെ ഇനി ആര് കൂടി വരുവാണ്, പ്ലസ് ഒരു ടീച്ചർ കൂടി വരുവാണ്. ഒരു ടീച്ചർ കൂടി വരുമ്പോഴത്തേന് അവരുടെ ആവറേജ് എന്ത് സംഭവിക്കുന്നുണ്ട്, ദ ആവറേജ് ഇൻക്രീസസ് ബൈ 1 ഇയർ എന്ന് പറഞ്ഞാൽ 15 ഉണ്ടായിരുന്നത് ഇപ്പൊ കൂടി എത്രയായി, 16 ആയി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടി ഇൻക്രീസ് ആയിട്ട് 16 ആയി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് ദ ഏജ് ഓഫ് ദ ടീച്ചർ. ടീച്ചറിന്റെ ഏജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ വളരെ കൺവെൻഷനലി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. എങ്ങനെ കൺവെൻഷനലി സോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ, ഇപ്പം 35 സ്റ്റുഡൻസും ടീച്ചറോട് ചേർത്ത് മൊത്തം എത്ര പേരുണ്ട്, 36 പേരുണ്ട്. എന്താണ് പുതിയ ആവറേജ്, 16. സോ അത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് എത്രയാണ്, 35, ആൻഡ് എത്രയായിരുന്നു ആവറേജ്, 15. നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടും. ആൻസർ നിങ്ങൾക്ക് 51 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, വളരെ പെട്ടെന്ന് അല്ലാതെ എങ്ങനെ ചെയ്യാം. അല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചറിന്റെ അല്ല കണ്ടുപിടിക്കേണ്ടേ. ടീച്ചറിന്റെ ആവറേജ് ടീച്ചറോട് വന്നതിന് ശേഷമുള്ള പുതിയ ആവറേജ് എന്താണ്, 16 ആണ് എന്ന് പറഞ്ഞാൽ ആ ആവറേജിൽ ഒരെണ്ണം ടീച്ചറുടെ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ആ 16 അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ എത്ര പേർക്കാണ് കൂടിയതെന്ന് നോക്കുക. ആൻഡ് എത്ര വെച്ച് കൂടി നോക്കുക. നമുക്കിവിടെ എത്ര ആണ് കൂടിയത്, 1 വെച്ചാണ് കൂടിയത്. ആൻഡ് മൊത്തം എത്ര പേർക്ക് കൂടി, ടീച്ചറിനെ നമ്മൾ ഓൾറെഡി മാറ്റി. ഇനി ബാക്കി ആരാ ഉള്ള, സ്റ്റുഡൻസ് ഉള്ള, എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 35 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ടീച്ചറിന്റെ ആവറേജ് ആദ്യം ഇനി മാറ്റുക. എന്നിട്ട് പിന്നെ എത്ര വെച്ച് കൂടിയെന്ന് നോക്കുക. ആൻഡ് അത് എത്ര പേർക്ക് കൂടിയെന്ന് നോക്കുക. സോ എന്താണ്, ഈ ടീച്ചറിന്റെ കൂടുതലുള്ളതായിരിക്കും എന്ത് ചെയ്യുന്നത്, ആവറേജ് എടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ആകുന്നത്. അങ്ങനെയാണെങ്കിൽ 16 + 35 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും, 51 വരും. സോ ആൻസർ 51 ഇയേഴ്സ് എന്ന ആൻസർ വരും. നമുക്ക് ഇങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാം. സോ ഈ ഒരു മെത്തേഡിനെ നമ്മൾ ഡീവിയേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഡീവിയേഷൻ മെത്തേഡ് എന്നൊക്കെയുള്ള ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി 51 ആണ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത് 10% ഓഫ് 20% ഓഫ് ഏതോ നമ്പർ എന്ന് പറയുന്നതാണ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർസെന്റേജ് അങ്ങ് വെട്ടാം, ഈ 2 0 വെട്ടാം. സോ ഇനി അവിടെ ബാക്കി എന്താ ഉള്ളത്? 2% ഓഫ് ഏതോ നമ്പർ, ആ ഏതോ നമ്പറിന്റെ 2% ആണ് 5 എന്ന് പറയുന്നത്. ശരിക്കുള്ള നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. 100% ആയിരിക്കും ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ 2 എന്ത് ചെയ്താലാണ് 100 വരുന്നത് നോക്കാം. 2 × 50 ചെയ്യുമ്പോഴാണ് 100 വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതേപോലെ ആ 5 × അതേ 50 ചെയ്യോ. 5 × 50 ചെയ്യുമ്പോൾ എത്ര വരും? 250 വരും. സോ അങ്ങനെയാണെങ്കിൽ ആ 100% എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 250 ആയിരിക്കും. സിമ്പിൾ ആയിട്ട്. സോ ആൻസർ ഓപ്ഷൻ ഡി 250 ആണ് ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇതിനെ ഫെർദർ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിയർലി കാണാൻ പറ്റും. 2% എന്ന് പറഞ്ഞാൽ 2/100 ആണ്. ആ 2/100 ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് 5 എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 50 എന്ന് വരും. ആ 50 അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് 5 × 50 250 എന്ന് വരും. നിങ്ങൾക്ക് അങ്ങനെയും ആൻസർ എടുക്കാം, അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയും ആൻസർ എടുക്കാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത അഗെയിൻ ഒരു ആവറേജിന്റെ ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. ആവറേജ്, പക്ഷെ ആവറേജിന്റെ കുറച്ചുകൂടി ഒരു 3 പേരുള്ള ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. ദ ആവറേജ് വെയിറ്റ് ഓഫ് അനു, അബി ആൻഡ് സുബി ഈസ് 45 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3 പേരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആരൊക്കെയാണ് നമുക്കൊന്ന് എടുത്തെഴുതാം. അനു, അബി ആൻഡ് സുബി. 3 പേരുടെ ആവറേജ് ആണ് 45 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 പേരുടെ ടോട്ടൽ എത്ര ആയിരിക്കും? 45 ആവറേജ് ആണെങ്കിൽ 3 പേരുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 45 × 3 135 എന്ന് വരും. ഇനി പറയുന്നത് ഇഫ് ദ ആവറേജ് വെയിറ്റ് ഓഫ് അനു ആൻഡ് അബി ഈസ് 40. അതിലെ അനുവും അതേപോലെ അബിയുടെയും ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്കത് 40 തന്നിട്ടുണ്ട്. അപ്പൊ ആവറേജ് 40 ആണെങ്കിൽ മൊത്തം എത്ര ആയിരിക്കും? 80 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ചുമ്മാ ഒന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ, നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മൈനസ് ചെയ്യുവാണെങ്കിൽ, ലൈക്ക് ഇത് ഫുൾ ഒന്ന് മൈനസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെയും മൈനസ് വരും, ആൻഡ് ഇവിടെയും മൈനസ് വരും. അങ്ങനെ മൈനസ് ചെയ്യുവാണെങ്കിൽ അനുവും അബി അങ്ങ് പോകും. ബാക്കിയുള്ളത് ആരാണ്? സുബിയാണ്. ആൻഡ് സുബിയുടെ ഏജ് എത്രയെന്ന് കിട്ടും? നമുക്ക് 135 80 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ ഒരു വാല്യൂ 55 കിട്ടും. ഇനി അവിടെ എന്താ ചോദിക്കുന്നത്? മുമ്പിലോട്ട് ഇനിയും നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി അവിടെ പറയുന്നത് അബിയും സുബിയും കൂടി 43 ആണ് ആവറേജ് എന്ന് പറയുന്നുണ്ട്. അബിയുടെയും അതേപോലെ തന്നെ സുബിയുടെയും കൂടി ആവറേജ് എന്ന് പറയുന്നത് 43 ആവറേജ് ആണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? 86 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന അബിയുടെ എത്ര ആണ് എന്നാണ് ചോദിക്കുന്നത്. ഈസിയാണ്. നമ്മൾ ഇത് രണ്ടുകൂടി എന്ത് ചെയ്താൽ മതി? ഒന്നുകൂടി മൈനസ് ചെയ്താൽ മതി. ഇത് രണ്ടുകൂടി നമ്മളൊന്ന് മൈനസ് ചെയ്യുമ്പം നമുക്ക് ഇവിടുന്ന് ഈ സുബി ക്യാൻസൽ ആയി പോകും. എന്ന് പറഞ്ഞാൽ 86 55 മൈനസ് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ ഇവിടെ ഇനി ബാക്കിയുള്ളത് ആരാണ്? അബിയാണ് ബാക്കിയുള്ളത്. 86 നിന്ന് 55 മൈനസ് ചെയ്താൽ എത്ര വരും? 31 വരും. സോ അങ്ങനെ ആൻസർ എത്ര വരും? 31 വരും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 120. 2 നമ്പറിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ × ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഈസ് 289. അവരുടെ സ്ക്വയറിന്റെ സം എന്ന് പറഞ്ഞാൽ a² + b² എന്ന് പറയുന്നത് 289 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുന്നത് സം ഓഫ് ദി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ a + b എത്ര ആണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമുക്കിത് 3 കൂടി കണക്ട് ചെയ്ത് വരുന്ന ഒരു ഓൾജിബ്രയുടെ ഫോർമുല എന്ന് പറയുന്നത് a + b the whole square ആണ്. a + b the whole square എന്ന് പറഞ്ഞാൽ അവിടെ a² + b² + 2ab ആണ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയാവുന്ന എല്ലാ വാല്യൂസും നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒന്ന് ഇടാം. a + b കണ്ടുപിടിക്കണം. സോ a + b the whole square equal to a² + b² തന്നിട്ടുണ്ട് 289 എന്ന്. ആൻഡ് 2ab എന്ന് പറയുമ്പോൾ 2 × ab എന്ന് പറയുന്നത് എത്രയാണ്? 120 ആണ്. സോ 2 × 120. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കിത് 289 പ്ലസ് 2 × 120 240 വരും. ആൻഡ് 289 240 കൂടി നമുക്കത് പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 529 വരും. അപ്പൊ 529 എന്ന് പറഞ്ഞാണ് എന്ത്? a + b the whole square എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ a + b എന്ന് പറയുന്നത് എന്തായിരിക്കും? ജസ്റ്റ് ആ 529 റൂട്ട് എടുത്താൽ മതി. ആൻഡ് 529 ഏതിന്റെ സ്ക്വയർ ആ? 23ന്റെ സ്ക്വയർ. സോ ആൻസർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 23 ആയിരിക്കും. സോ a + b എന്ന് പറയുന്നത് 23. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 23 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ ആ ഒരു റെയിൽവേയുടെ RPFന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. ആൻഡ് വളരെ പെട്ടെന്ന് എങ്ങനെ ആൻസർ എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻസിനെ പ്രാക്ടീസ് ചെയ്യുന്നത്. എക്സാമിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ആംഗിളിലാണ് നമ്മളത് മാക്സിമം നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. സോ ഇനി വേറെ ആയിരിക്കുന്ന സെഷനിൽ നമുക്ക് ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കാൻ. ഇതിന്റെ മുമ്പുള്ള സെഷൻസ് നിങ്ങൾക്ക് ഇവിടെ ചാനലിൽ ചെന്ന പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. സോ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ ബാക്കി വരുന്ന സെഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.